പരമ്പരാഗത കാനനപാതയായ അഴുതക്കടവ് മുതൽ പമ്പ വരെയുള്ള പെരിയാർ ടൈഗർ റിസർവിനുള്ളിലൂടെയുള്ള യാത്രാമധ്യേ വ്യാപകമായ പ്ലാസ്റ്റിക് ഉപയോഗം എങ്ങനെ ഒഴിവാക്കുമെന്നതാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നേടുന്ന പ്രധാന വെല്ലുവിളി. അതിന് ഒരു പരിഹാരമെന്നോണം 2 ശക്തമായ പ്ലാസ്റ്റിക് ചെക്കിംഗ് കൗണ്ടറുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഒന്ന് അഴുതക്കടവും ഒന്ന് പമ്പയിലും. എല്ലാ വർഷവും ശരാശരി 3 മുതൽ 4 ലക്ഷം വരെ അയ്യപ്പന്മാർ സഞ്ചരിക്കുന്ന ഈ പാതയിൽ ഏകദേശം 35 മുതൽ 40 കിലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ദിവസേന ഇവിടെ പിടിച്ചെടുക്കുന്നുണ്ട്. വൻതോതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുന്നത് കളക്ട് ചെയ്ത് തുണിസഞ്ചിയിലും ഭക്ഷണ സാധനങ്ങൾ വരുന്നത് പേപ്പർ ക്യാരി ബാഗിലും പേപ്പർ കവറുകളിലുമാക്കി നമ്മൾ അയ്യപ്പ ഭക്തർക്ക് കൊടുത്തുവിടുന്നുണ്ട്. ഈ പേപ്പർ ക്യാരി ബാഗും തുണിസഞ്ചിയും നമ്മുടെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പായ EDC അംഗങ്ങൾ നിർമ്മിക്കുന്നവയാണ്. ഒരു 9 വർഷക്കാലമായി ഞങ്ങളിങ്ങനെ കാരി ബാഗ്, പേപ്പർ ബാഗ്, പ്ലേറ്റുകൾ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ സ്വാമിമാർ വരുന്നവരെ കയ്യിൽ നിന്ന് പ്ലാസ്റ്റിക്കുകൾ എടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് പേപ്പർ ബാഗ് കൊടുത്ത് അവരെ സഹായിക്കുകയും അങ്ങനെ നമ്മൾ പരിസ്ഥിതിക്കാണ് നമ്മൾ കൂടുതൽ ഇത് ശ്രദ്ധ കൊടുക്കുന്നത്. വനം വകുപ്പിൻ്റെ എല്ലാ സഹായവും ഞങ്ങൾക്കിത് ചെയ്തു തരുന്നുണ്ട്. പിടിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം തന്നെ പത്തനംതിട്ട ശുചിത്വ മിഷനുമായിട്ട് ചേർന്ന് അവർക്ക് നൽകുകയും അവർ അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് പരമാവധി ഇവിടുന്ന് നമ്മൾ തിരിച്ച് അവിടെ അകത്തോട്ട് കൊടുത്തു വിടാതെ തന്നെ ഇവിടെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും കാരണത്താൽ പ്ലാസ്റ്റിക് നിക്ഷേപം ഉണ്ടായി തൊട്ടടുത്ത ദിവസവും അപ്പോൾ തന്നെയും നമ്മുടെ എക്കോ ഗാർഡ്സും EDC അംഗങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടത് ക്ലീൻ ചെയ്ത് വനം വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന പ്ലാസ്റ്റിക് രാവിലെ വന്ന് കളക്ട് ചെയ്ത് നമ്മുടെ ഈ വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നു. സ്വാമിയോടെ നിന്ന് നമ്മൾ മേടിച്ച് ഇവിടെ കളക്ട് ചെയ്യുന്നതാണ്. കൂടാതെ എല്ലാ താവളങ്ങളിലും സ്വാമി അയ്യപ്പ പൂങ്കാവന പുനരുദ്ധാരണ പദ്ധതി EDC അംഗങ്ങൾ അവരുടെ ഒരു സേവനമെന്ന നിലയ്ക്ക് പ്ലാസ്റ്റിക് ക്ലീനിങ് നടത്തി വരുന്നുണ്ട്. അവർ ശക്തമായിട്ട് പ്ലാസ്റ്റിക് ക്ലീനിങ് നടത്തുന്നതിന് വേണ്ടി ഒരു സ്റ്റാഫിനെ നിയോഗിക്കാറുമുണ്ട്. നമ്മളിപ്പോൾ തീർത്ഥാടന കാലത്ത് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു, തീർത്ഥാടന സമയത്തെ കാര്യം പറഞ്ഞു. തീർത്ഥാടന കാലം കഴിഞ്ഞ് മുതൽ ഒരു 2 ആഴ്ചക്കാലം മാസീവായിട്ടുള്ള സന്നദ്ധ സംഘടനകളുടെ ഓർഗനൈസേഷൻസ് ഉണ്ട്, അതുപോലെ കോളേജ് വിദ്യാർത്ഥികളുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തി PDC ആൾക്കാരെ ഉൾപ്പെടുത്തി നമ്മൾ മാസീവായിട്ടുള്ള ക്ലീനിങ്ങിലൂടെയാണ് സാറിന് എല്ലാ വർഷവും നമ്മൾ ഈ പ്ലാസ്റ്റിക് മുഴുവൻ എറാഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടത്താറുണ്ട് എല്ലാ വർഷവും. ഇത്തരത്തിലാണ് യാതൊരു തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇല്ലാതെ ഈ കടുവ സംരക്ഷണ കേന്ദ്രം അതേപടി തന്നെ അതിൻ്റെ യശസ്സും കീർത്തിയും നിലനിർത്തിക്കൊണ്ട് നമ്മൾ പോകുന്നത്.